പ്രിയമുള്ളവരെ, വചനജ്വാല 1484 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. അനുതപിക്കുക. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പരിത്യജിക്കുകയും ചെയ്യുവിൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ. ജീവിക്കുന്നവർ അത്യുന്നതന്റെ സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആരെ അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്തനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ലിനൂസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന സുദിനമാണ്. വിശുദ്ധ പത്രോസിന്റെ തൊട്ടടുത്ത പിൻഗാമിയാണ് വിശുദ്ധ ലീനൂസ് എന്ന് വിശുദ്ധ ഇരനേവൂസ്, എവൂസേബ്യൂസ്, വിശുദ്ധ എപ്പിഫാനിയൂസ്, വിശുദ്ധ ഒസ്താത്യൂസ്, വിശുദ്ധ അഗസ്റ്റിൻ എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ക്ലെമന്റിനെയാണ് പത്രോസ്ലീഹ നിയോഗിച്ചതെങ്കിലും അദ്ദേഹം ആ സ്ഥാനം വിശുദ്ധ ലിനൂസും വിശുദ്ധ ക്ലേത്തൂസും വഹിച്ച ശേഷമായി ആശ്ലേഷിച്ചിട്ടുള്ളൂ. ലീനൂസ് 12 വർഷം മാർപ്പാപ്പ സ്ഥാനം വഹിച്ചു. വിശുദ്ധ പൗലോസ് തിമോത്തിക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന ലിനൂസ് തന്നെയായിരിക്കും ഈ മാർപ്പാപ്പ. നീറോയുടെയും ഡൊമീഷ്യന്റെയും ഇടയ്ക്കുള്ള ചക്രവർത്തിമാർ മതപീഡനം നടത്തിയതായി രേഖയില്ല. എങ്കിലും സഭയ്ക്ക് വേണ്ടി ലീനൂസ് സഹിച്ചിട്ടുള്ള കഷ്ടതകളെ പരിഗണിച്ച് അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായിട്ടാണ് പഞ്ചാംഗങ്ങൾ എണ്ണുന്നത്. സ്ത്രീകൾ ദേവാലയത്തിൽ ശിരസ് ആവരണം ചെയ്യണമെന്നുള്ള പൗലോസ്ലീഹായുടെ നിർദ്ദേശം നടപ്പിലാക്കിയത് ലീനൂസ് പാപ്പായാണെന്ന് പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ കന്യകയും രക്തസാക്ഷിയുമായ 1-ാം ശതാബ്ദത്തിലെ വിശുദ്ധ തെക്ലായെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ശ്ലൈഹിക സഭയിൽ പ്രസിദ്ധമായ ഒരു നാമമാണ് തെക്ല. തെക്ല
പ്രഥമ രക്തസാക്ഷിണി എന്നാണ് ഗ്രീക്ക് സഭാപിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. അവൾ ഇസോറിയാസിലെ ലിക്കോവോണിയായിലോ ആണത്രേ ജനിച്ചത്. കന്യകകളുടെ വിരുദ്ധ എന്ന വിശുദ്ധ മെത്തോഡിയസിന്റെ ഗ്രന്ഥത്തിൽ തെക്ല ലൗകിക തത്വശാസ്ത്രത്തിലും സാഹിത്യത്തിലും നിപുണയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ വിശുദ്ധ പാദ്രോപ്പിയെയും പഞ്ചക്ഷതധാരിയായ വിശുദ്ധ പാദ്രോപ്പിയ എന്ന വിശുദ്ധനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഫ്രാൻസിസ് അസീസിയെ കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും അനുകരിച്ച പാദ്രോപ്പിയോ ജനിച്ചത് 1887 മെയ് 25 അതിനടുത്ത ദിവസം തന്നെ മാമോദീസായും സ്വീകരിച്ചു. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രഥമ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. 16ാം വയസ്സിൽ 1903 ജനുവരി 6 കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന പിയോ ആ വർഷത്തിന്റെ അവസാനത്തിൽ പ്രഥമ വ്രതവാഗ്ദാനവും 1907 ജനുവരി 27 നിത്യവ്രതവാഗ്ദാനവും നടത്തി. 1910 ആഗസ്റ്റ് 10 അദ്ദേഹത്തിന്റെ പൗരോഹിത്യ സ്വീകരണം. ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറഞ്ഞ പാദ്രോപ്പിയോ മനുഷ്യരുടെ രക്ഷയ്ക്കായി അക്ഷീണം പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ അപ്പസ്തോലിക പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ് ആഘോഷമായ വിശുദ്ധ ബലിയർപ്പണമായിരുന്നു. കുടുംബങ്ങളുടെ സമാധാനത്തിനും ഉന്നമനത്തിനും വേണ്ടി വളരെയേറെ കഷ്ടതകൾ സഹിച്ച പാദ്രോപ്പിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് ജീവിതം തന്നെയായിരുന്നു. ഇത് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. പലവിധ പ്രശ്നങ്ങളാൽ തന്നെ സമീപിക്കുന്നവർക്കും അദ്ദേഹത്തിന് നൽകാനുണ്ടായിരുന്നത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടേതുമായ ജീവിത സാക്ഷ്യം തന്നെയായിരുന്നു. കുമ്പസാരക്കൂട്ടിൽ ദീർഘനേരം ചെലവിരുന്ന പാദ്രോപ്പിയോ അനേകം പാപികളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചു. ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിലനിന്നുകൊണ്ട് പാവപ്പെട്ടവരെയും കഷ്ടതകൾ അനുഭവിക്കുന്നവരെയും രക്ഷിക്കാൻ പരിശ്രമിച്ചു. സ്വന്തം ജീവിത ശുദ്ധീകരണത്തിനായി വിവിധങ്ങളായ പരിഹാര പ്രവൃത്തികൾ അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നു. വ്രതാനുഷ്ഠാനങ്ങളോട് തികഞ്ഞ നിഷ്ഠയുണ്ടായിരുന്ന ഒരു സന്യാസി വരേണ്യനായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും. ജീവിത ലാളിത്യം കൊണ്ടും നന്മ കൊണ്ടും അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്കടുപ്പിച്ച ആ പുണ്യാത്മാവ് 1968 സെപ്റ്റംബർ 23 ഈ ലോകത്തോട് വിടവാങ്ങി. 2002 ജൂൺ 16 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. പ്രിയമുള്ളവരെ, വിശുദ്ധ പാദ്രോപ്പിയയുടെയും കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ തെക്ലായുടെയും രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധ ലീനൂസ് മാർപ്പാപ്പയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.